ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടൈം റെസ്പോൺസ് അനാലിസിസ്. ടൈം റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഓഫ് ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇൻ ടൈം ഡൊമൈൻ എന്ന് നമുക്കവിടെ പറയാം. അതായത് ടൈം റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ക്ലോസ് ലൂപ്പ് സിസ്റ്റം ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. നമുക്കിവിടെ ഒരു ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതായത് RFS ആണ് അവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത്, CFS ഔട്ട്പുട്ടും, ആൻഡ് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ GFSും ആൻഡ് ഫീഡ്ബാക്ക് HFSും ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്താം, CFS by RFS is equal to GFS by 1 plus GFS into HFS. ഇതാണ് ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്തത് MOFS എന്നാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്താം, നമുക്ക് ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് CFS ആണല്ലോ. CFS is equal to ഈ RFS നമ്മൾ RHSലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ RFS into MOFS നമുക്ക് അവിടെ എഴുതാം. ഇനി റെസ്പോൺസ് ഇൻ ടൈം ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് C(t) എന്നാണ്. നമ്മൾ ഈ ഒരു CFS കണ്ടുപിടിച്ചല്ലോ, അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ റെസ്പോൺസ് കണ്ടുപിടിക്കാം. അതായത് C(t) is equal to L ഇൻവേഴ്സ് ഓഫ് CFS. അതായത് CFS എന്ന് പറയുന്നത് RFS into MFS ആണല്ലോ. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ L ഇൻവേഴ്സ് ഓഫ് RFS into MFS. വേർ MFS എന്ന് പറയുന്നത് നമ്മുടെ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ, GFS by 1 plus GFS into HFS. ഇനി അടുത്തത് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് സിഗ്നൽസ്. സ്റ്റാൻഡേർഡ് ടെസ്റ്റ് സിഗ്നൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മളവിടെ ഈ ടെസ്റ്റ് സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ അതറിയുകയാണെങ്കിൽ നമുക്ക് ആ സിസ്റ്റത്തിൻ്റെ ബിഹേവിയർ അല്ലെങ്കിൽ റെസ്പോൺസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് സിഗ്നൽ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഇൻപുട്ട്, അതുപോലെ റാമ്പ്, പാരബോളിക്, അതുപോലെ ഇമ്പൾസ്, ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന സിഗ്നൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ സ്റ്റെപ്പ് സിഗ്നൽ. സ്റ്റെപ്പ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഉണ്ടല്ലോ, 0യിൽ നിന്നിട്ട് Aയിലേക്ക് ചേഞ്ച് ചെയ്യും എപ്പോഴാണെങ്കിൽ ഫോർ ഓൾ t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് ടൈം 0 ഇൻഫിനിറ്റിക്ക് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, A ആയിരിക്കും അതിൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ അതിൻ്റെ വേവ് ഫോമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. R(t) എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ആ വേവ് ഫോം എന്ന് പറയുന്നത്. ആൻഡ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അതായത് ഫോർ ഓൾ t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, Aയിലാണ് ആ വാല്യൂ നിൽക്കുന്നത്. R(t) is equal to നമുക്ക് എന്ത് എഴുതാം, A for all t greater than or equal to 0 and 0 t less than 0. ഇനി യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഈ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതായത് R(t) is equal to 1 എപ്പോഴാണെങ്കിൽ t greater than or equal to 0 and 0 when t less than 0. അടുത്തത് റാമ്പ് സിഗ്നൽ. റാമ്പ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ലീനിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും വിത്ത് ടൈം ഫ്രം ഇനീഷ്യൽ വാല്യൂ ഓഫ് 0 to ഇൻഫിനിറ്റി. നമ്മൾ എന്താണ് ടൈം 0 to ഇൻഫിനിറ്റിയിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെ റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, ഇപ്പോൾ 1ൽ A ആണെങ്കിൽ അതിൻ്റെ 2ൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2A ആയിരിക്കും, ആൻഡ് 3 അതിൻ്റെ വാല്യൂ 3A ആയിരിക്കും. അങ്ങനെയാണ് റൈസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് നമ്മൾ ഫംഗ്ഷൻ എഴുതുമ്പോൾ നമുക്ക് അവിടെ എങ്ങനെ എഴുതാം, R(t) is equal to A into t നമുക്ക് അവിടെ എഴുതാം ഫോർ ഓൾ t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് 0 എപ്പോഴാണെങ്കിൽ t less than 0. ഇനി അത് തന്നെ യൂണിറ്റ് റാമ്പ് ആകുമ്പോൾ അവിടെ എങ്ങനെയായിരിക്കും വരാം അവിടെ A എന്ന് പറയുന്നത് 1 ആയിരിക്കും. R(t) is equal to t when t greater than or equal to 0 and 0 when t less than 0. അടുത്തത് പാരബോളിക് സിഗ്നൽ. പാരബോളിക് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഉണ്ടല്ലോ, അത് വേരി ചെയ്യും വിത്ത് ദ സ്ക്വയർ ഓഫ് ടൈം. അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ വാരീസ് ദ സ്ക്വയർ ഓഫ് ദ ടൈം ഫ്രം an initial value of 0 at t is equal to 0. അതായത് ടൈം t is equal to 0 അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. പിന്നെ ടൈം വേരി ചെയ്യണ അനുസരിച്ചിട്ട് എന്താണ് അതിൻ്റെ സ്ക്വയറിനെ ഡിപ്പെൻഡ് ചെയ്യും ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഫംഗ്ഷൻ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും വരാം, R(t) is equal to A into t square by 2. അപ്പോൾ t സ്ക്വയർ വരുന്നുണ്ടല്ലേ, അപ്പോൾ അതാണ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫോർ ഓൾ t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് അല്ലാത്ത സമയത്തൊക്കെ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി അതുതന്നെ യൂണിറ്റ് പാരബോളിക് എപ്പോൾ ആയിരിക്കും വരാൻ, ഇവിടെ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ നമുക്കവിടെ എന്താണ് R(t) is equal to t square by 2 for all t greater than or equal to 0 and otherwise അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി യൂണിറ്റ് പാരബോളിക് എന്ന് പറയുമ്പോൾ ഇവിടെ A എന്ന് പറയുന്നത് 1 ആണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. അപ്പോൾ R(t) is equal to t square by 2 when t greater than or equal to 0 ആൻഡ് ബാക്കിയുള്ള എല്ലാ സമയത്തും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും യൂണിറ്റ് പാരബോളിക് ആകുമ്പോൾ. അടുത്തത് ഇമ്പൾസ് സിഗ്നൽ. ഇമ്പൾസ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാർജ് സിഗ്നൽ ഷോർട്ട് ഡ്യൂറേഷൻ ടൈമിൽ ആക്ട് ചെയ്യണതിനെയാണ് നമ്മളവിടെ പറയുന്നത് എന്താണ് ഇമ്പൾസ് സിഗ്നൽ എന്ന് പറയുന്നത്.
അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കണ്ടില്ലേ, അതിൻ്റെ വാല്യൂ 0 അത് ആക്ട് ചെയ്യുക. അപ്പോൾ വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും വരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. ഡെൽ ഓഫ് ടി എന്നാണ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആൻഡ് ടൈം ഈസ് ഈക്വൽ ടു 0 ആൻഡ് അതർവൈസ് അതിൽ ടി നോട്ട് ഈക്വൽ ടു 0 അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. നമ്മൾ കുറച്ച് സിഗ്നൽസ് നമ്മളിവിടെ പഠിച്ചു. ഇനി ആ സിഗ്നലിൻ്റെ ടൈം ഡൊമെയിൻ ഫംഗ്ഷനും അതുപോലെ ലാപ്ലേസ് ട്രാൻസ്ഫോമും എങ്ങനെയാണ് നമുക്ക് അവിടെ നോക്കാം. ഇവിടെ നമ്മൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പോൺസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അവിടെ ആവശ്യം വരും. നമുക്ക് ഇന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടാവും നമുക്കിവിടെ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അവിടെ നമുക്ക് എന്താണ് ആ ലാപ്ലേസ് നമ്മൾ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ റെസ്പോൺസ് കണ്ടുപിടിക്കാം. നമ്മൾ ഈ രണ്ട് ടേബിളും നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ആർ ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്, അവിടെ എന്താണ് ടൈം ഡൊമെയിൻ ഫംഗ്ഷൻ, ആൻഡ് ആർ ഓഫ് എസ് എന്ന് പറയുന്നത് അതിൻ്റെ ലാപ്ലേസും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഇൻപുട്ടിൻ്റെ എ ആണ് ലാപ്ലേസ് ആർ ഓഫ് എസ് എന്ന് പറയുന്നത് a/s. അത് യൂണിറ്റ് സ്റ്റെപ്പ് ആകുമ്പോൾ അത് 1 ആവും. അതിൻ്റെ ആർ ഓഫ് എസ് എന്ന് പറയുന്നത് 1/s. റാമ്പ് ഇൻപുട്ടിൻ്റെ a ഇൻറ്റു ടി ലാപ്ലേസ് എടുക്കുമ്പോൾ a/s² വരും. യൂണിറ്റ് റാമ്പിൻ്റെ ടി ആണെങ്കിൽ അതിൻ്റെ ലാപ്ലേസ് 1/s². പാരബോളിക് ഇൻപുട്ട് അതിൻ്റെ ഫംഗ്ഷൻ എഴുതുന്നത് at²/2 ആൻഡ് ആർ ഓഫ് എസ് എന്ന് പറയുന്നത് a/s³. യൂണിറ്റ് പാരബോളിക്കിൻ്റെ t²/2 അതിൻ്റെ ലാപ്ലേസ് എന്ന് പറയുന്നത് 1/s³. ഇമ്പൾസ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡെൽ ഓഫ് ടി എന്നാണ്, ആൻഡ് അതിൻ്റെ ലാപ്ലേസ് ആർ ഓഫ് എസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും.